വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഇന്നും അതിൻ്റെ ഞെട്ടൽ ആർക്കും മാറിയിട്ടില്ല. പക്ഷേ ആ ദുരന്തം സംഭവിച്ച് ഒരു മാസം തികയുകയാണ്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. അതിൻ്റെ ഇരകൾ ഇന്നും പുനരധിവാസത്തിൻ്റെ പെടാപ്പാടുകളിലൊക്കെയാണ്. ഒരുപാട് പേർ താൽക്കാലികമായിട്ടുള്ള താമസങ്ങളുടെ ഇടങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ടെങ്കിലും വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അവർ ഭാവിയെ. ബാക്കി കിട്ടിയത് 231 മൃതദേഹങ്ങൾ, 212 ശരീരഭാഗങ്ങൾ. കാണാതായത് 119 പേരെ, 397 പേർക്ക് പരിക്കേറ്റു. പുഞ്ചിരിവട്ടവും മുണ്ടക്കൈയും ചൂരൽമലയും ഒലിച്ചുപോയി. 1555 പാർപ്പിടങ്ങൾ ഇനി പാർക്കം കൊള്ളില്ല. 17 കുടുംബങ്ങളിൽ ഇനി ഒരാളും ബാക്കിയില്ല. ഒന്നര കിലോമീറ്റർ റോഡും 3 പാലങ്ങളും പോയി. 3 സ്കൂളുകളും 300ഓളം കടകളും സ്ഥാപനങ്ങളും ഇല്ലാതായി. 626 ഹെക്ടർ കൃഷി നശിച്ചു. വയനാടൻ മലകളിൽ നിന്ന് കണ്ണീരൊഴുകി. പിന്നിട്ടത് ഒരു മാസം. 728 കുടുംബങ്ങളെ താൽക്കാലികമായി പുനരധിവസിപ്പിച്ചു. ജില്ലയിലെ 7 പഞ്ചായത്തുകളിലായി. കണക്കുകൾ ഇപ്പോഴും അപൂർണമാണ്. ഉരുൾപൊട്ടൽ 1200 കോടി രൂപയുടെ പ്രത്യക്ഷ നഷ്ടമുണ്ടാക്കി. ടൂറിസം തിരിച്ചടി വയനാട്ടിലെ നിരവധി കുടുംബങ്ങളെ ദുരിതത്തിലാക്കി. കേരളം കൈകോർത്താണ് ഉരുൾപൊട്ടി സ്തംഭിച്ച മനുഷ്യരെ ചേർത്തു പിടിച്ചത്. വയനാട് ഇപ്പോഴും സഹായം തേടുകയാണ്. അന്നവും പാർപ്പിടവും പോയ മനുഷ്യർക്ക് അഭിമാനത്തോടെ നിവർന്നു നിൽക്കാൻ. മാതൃഭൂമി ന്യൂസ്, വയനാട്. വയനാട്ടിൽ നിന്ന് കമലുണ്ട്, ഒപ്പം ജാബിർ ഷാ, അജയ് എന്നിവരും നമുക്കൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കണം. കമൽ, ഒരു മാസം കടന്നുപോയി. ഈ ഒരു മാസം എത്രത്തോളം വേദന അനുഭവിച്ചാണ് അവിടുത്തെ മനുഷ്യർ ജീവിച്ചതെന്ന് നമുക്കറിയാം. ഇപ്പോൾ അവർ ആദ്യത്തെ ആ ദിവസങ്ങളുടെ വലിയൊരു ആഘാതത്തിൽ നിന്ന് പതുക്കെ അടുത്ത ജീവിതം ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമല്ലോ. ആ ഒരു പ്രതീക്ഷകളും അതിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. എങ്ങനെയാണ് ഈ ഒരു മാസം കണ്ടപ്പോൾ കമൽ കണ്ടറിഞ്ഞ ചുരൽമലയും മുണ്ടക്കൈയും ഒക്കെ അവിടുത്തെ മനുഷ്യരും? ദിവേഷ് ഇന്ന് 3 മണിക്ക് നമുക്ക് ഇത് വിഷയം എടുക്കണം, ലൈവ് നിൽക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചത്, കഴിഞ്ഞ 29-ന് 3 മണിക്ക് ഞാൻ ഈ പുഞ്ചിരിമട്ടത്തും മുണ്ടക്കൈയിലുമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് രാവിലെ തന്നെ അവിടെ കനത്ത മഴ പെയ്യുന്നു, ചെറിയ അപകടാവസ്ഥയുണ്ട് എന്നൊക്കെ അറിഞ്ഞാണ് നമ്മൾ ഉച്ചയോടെ അങ്ങോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ചെത്തിയതിന് പിന്നാലെയാണ് അർദ്ധരാത്രിക്ക് ശേഷം 1:30 അല്ലെങ്കിൽ 2 മണിക്കുള്ളിലായി അവിടെ വലിയ രീതിയിൽ അപകടമുണ്ടായി, ഉരുൾപൊട്ടി വലിയൊരു ദുരന്തമുണ്ടായി എന്ന വിവരം ലഭിക്കുന്നത്. അപ്പോൾ അന്ന് കൃത്യം ഒരു മാസം മുമ്പ് ഈ സമയത്ത് ഞാൻ ആ ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന ദിവേഷ് പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർത്തത്. എന്താണെങ്കിലും ഇപ്പോൾ എല്ലാവരും ഈ അതിജീവനത്തിൻ്റെ പാതയിലാണ്. പറഞ്ഞതുപോലെ ക്യാമ്പുകളൊക്കെ പിരിച്ചുവിട്ടിരിക്കുന്നു. എല്ലാവരും വാടക വീടുകളിലേക്കൊക്കെ മാറി. വെള്ളാർമല ഹൈസ്കൂളിലെ കുട്ടികൾക്ക് തിങ്കളാഴ്ച മേപ്പാടിയിൽ അധ്യയനം തുടങ്ങാൻ പോകുന്നു. അവിടെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു. അവർ പ്രവേശനോത്സവമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത്തരത്തിൽ ആ കുട്ടികളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ, പഠനത്തിൻ്റെ വഴിയിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നു. ഇതുപോലെ വാടക വീടുകളിലേക്ക് മാറിയവർക്ക് ജീവനോപാധിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്.
മാത്രമല്ല വീടും ജീവനുമൊക്കെ തിരിച്ച് കിട്ടിയവർക്കും പലർക്കും തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ എങ്ങനെയെങ്കിലും ജീവിച്ചല്ലേ മതിയാകൂ. എല്ലാവരും പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നു. പഴയ തൊഴിൽ വീണ്ടും കരുപ്പിടിപ്പിക്കാനാകുമോ എന്ന് നോക്കുന്നു. അതിനിടയിലും ചില പരാതികളൊക്കെ ഉണ്ട്. ഈ അടിയന്തര ധനസഹായമായ 10,000 രൂപയൊക്കെ എല്ലാവർക്കും കിട്ടിയിട്ടില്ല. അത് ചില പലർക്കും ഈ വില്ലേജ് ഡാറ്റ എൻട്രി ഇത്രയും പേരുടെ വിവരങ്ങൾ ശേഖരിച്ചപ്പോഴുണ്ടായ ചില പിഴവുകൾ, ഫോൺ നമ്പർ മാറിപ്പോയി, ആധാർ നമ്പർ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പണം കിട്ടാത്തവരുണ്ട്. ആരുടെയും കയ്യിൽ പണമില്ല. അങ്ങനെയൊക്കെ ആളുകൾ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷേ പൊതുവിൽ പറയുമ്പോൾ എല്ലാവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു, മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. അതാണ് അവസ്ഥ. ദുരന്തഭൂമിയിൽ ഇപ്പോൾ ആളൊഴിഞ്ഞിരിക്കുന്നു. അധികം ആളുകളൊന്നുമില്ല. കാര്യമായി അത്തരത്തിൽ തെരച്ചിലൊന്നും നടക്കുന്നില്ല. ചൂരൽമലയിലും വില്ലേജ് ഓഫീസ് റോഡിലുമൊക്കെ നേരിട്ട് ഈ ദുരന്തം ബാധിക്കാത്ത ആളുകളൊക്കെ ഇപ്പോഴും ആ ഭാഗത്ത് തന്നെയുണ്ട്. മറ്റുള്ള ആളുകളൊക്കെ മാറിയിരിക്കുന്നു, വാടക വീടുകളിലേക്കൊക്കെ മാറിയിരിക്കുന്നു. പക്ഷേ അവരൊക്കെ പറയുന്നത് ഈ സ്ഥിരമായൊരു പുനരധിവാസം അത് എത്രയും പെട്ടെന്ന് വേണം. അതിൻ്റെ ഒരു പദ്ധതിയൊന്നും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ഭൂമിയുമായി ബന്ധപ്പെട്ടൊക്കെ തിരക്കിട്ട ചർച്ചകൾ ജില്ലാ ഭരണകൂടം നടത്തുന്നു എന്നാണ്. പക്ഷേ അതിലൊരു തീരുമാനമുണ്ടായിട്ടില്ല. അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് ഒന്നിച്ച് താമസിക്കണമെന്നാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പറയുന്നത് ഏതാണ്ട് 3 വാർഡിലുള്ള ആളുകൾക്ക് പുനരധിവാസം ഒരുക്കണം. അത് ഒരു വാർഡിലുള്ളവരെ ഒന്നിച്ച് തന്നെ താമസിപ്പിക്കുക. അങ്ങനെയൊക്കെയാണ് സർക്കാരും ലക്ഷ്യമിടുന്നത്. എന്തായാലും ദുരന്തം പിന്നിട്ട് 1 മാസം കഴിയുമ്പോഴും ദുരന്തത്തിന്റെ നൊമ്പരമൊന്നും മാറിയില്ലെങ്കിലോ അല്ലെങ്കിൽ ആ ദുഃഖം ഇപ്പോഴും തളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ആളുകൾ പതുക്കെ ജീവിതത്തിലേക്ക് കടകളിലേക്കൊക്കെ ആളുകൾ തിരിച്ചു വരുന്നതും അല്ലേ, അതൊക്കെ വൃത്തിയാക്കുന്നതും ഒക്കെ കണ്ടു. ഒപ്പം ഈ എസ്റ്റേറ്റിൽ അവിടെ നേരത്തെ പണിയെടുത്ത ഒരുപാട് പേര് നമുക്ക് നഷ്ടപ്പെട്ടു. അവശേഷിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പോൾ ആ എസ്റ്റേറ്റിലൊക്കെ ജോലികളൊക്കെ, ആ സമീപത്തെ എസ്റ്റേറ്റുകളിലൊക്കെ ജോലികൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ടോ? അവിടെ അവശേഷിക്കുന്ന കടകളൊക്കെ വൃത്തിയാക്കി മറ്റെന്തെങ്കിലും അടുത്തൊരു ഘട്ടത്തിലേക്ക് അവർ ആലോചിക്കുന്നുണ്ടോ? അതോ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്തവർ അവരുടെ താമസ സ്ഥലങ്ങൾ എന്നും വന്ന് നോക്കുന്നവരൊക്കെ ഉണ്ടോ? ഇപ്പോഴും തങ്ങളുടെ അവശേഷിക്കുന്ന വീടും അല്ലെങ്കിൽ സ്ഥലവും ഒക്കെ വന്ന് പരിശോധിച്ചു പോകുന്നവരുണ്ടോ? ദിവിഷ്, ആളുകൾ അത്തരത്തിൽ വന്നു പോകുന്നൊക്കെയുണ്ട്. പക്ഷേ കടകൾ തുറക്കാനോ പഴയ ജീവനോപാധി അതേപോലെ തിരിച്ചു പിടിക്കാനോ ഒന്നും ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. എസ്റ്റേറ്റിലും ആരിസൺ മലയാളം കമ്പനിയൊക്കെ മറ്റ് ഡിവിഷനുകളിൽ ഈ തൊഴിലാളികൾക്ക് ജോലി താമസവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും പൂർണ്ണമായും ആളുകൾക്ക് അത്തരത്തിൽ ആ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മറ്റ് ചെറുകിട തോട്ടങ്ങളും എസ്റ്റേറ്റുകളും ഒക്കെ ഉണ്ട്. അവിടെയൊന്നും ജോലികളൊന്നും തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ജീവനോപാധി നഷ്ടപ്പെട്ട, ഇപ്പോഴും ദുരന്തത്തെ അതിജീവിച്ച് ഈ ഘട്ടത്തിലെത്തിയവർക്ക് മുന്നോട്ട് പോകാനുള്ള അല്ലെങ്കിൽ ഒരു വരുമാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു ജീവനോപാധി ഉണ്ടാക്കാൻ ഭൂരിപക്ഷം ആളുകൾക്കും കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും പറയേണ്ടത്. ഈ ചുരൽമലയിലെ കടകളൊന്നും വൃത്തിയാക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പഴയതുപോലെ തുറന്നു പ്രവർത്തിക്കാനുള്ള സാഹചര്യമൊന്നുമില്ല. മാത്രമല്ല വൈദ്യുതി, നമുക്കറിയാം, ആ റൂഫൊക്കെ തകർന്ന പല അൺഫിറ്റായ കടകളുണ്ട്. ഫിറ്റായതാണെങ്കിൽ പോലും വൈദ്യുതി ബന്ധമൊക്കെ പുനഃസ്ഥാപിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട്. മാത്രമല്ല അത്രയും ആളുകൾ, കുറച്ച് ആളുകളെ അവിടെയുള്ളൂ. അപ്പോൾ ഒരു കടയൊക്കെ തുറന്നു വെച്ചിട്ട് എന്ത് കാര്യം എന്നുള്ള പ്രശ്നവുമുണ്ട്. അതുകൊണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അതിജീവിതരായ, ഈ ദുരന്തത്തെ അതിജീവിച്ച മനുഷ്യരെ മുന്നോട്ട് പോകാൻ, അവരെ ജീവിക്കാൻ വേണ്ടി പിന്തുണയ്ക്കുക, അവർക്ക് അതിനുള്ള ജീവനോപാധികൾ ഒരുക്കി കൊടുക്കുക. അതോടൊപ്പം ഈ സ്ഥിരമായ പുനരധിവാസത്തിൻ്റെ കാര്യത്തിൽ ഒരു താമസമില്ലാതെ കഴിയുന്ന അത്രയും പെട്ടെന്ന് അതിനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നതൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്. ശരി കമൽ, നമുക്കൊപ്പം അജയ് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ജാബിർ ഷാ. അജയ് വയനാട് എന്ന പേരിൽ അജയ് ഈ സമയത്ത് ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്ന ആൾ കൂടിയാണ്. അജയ്, 1 മാസത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും സംസാരിക്കുന്നതല്ലേ? കാരണം അന്ന് അജയാണ് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ ഈ ദുരന്ത മേഖലയിൽ പോയപ്പോൾ എനിക്കൊപ്പം നടക്കുകയും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച്, എനിക്കും കമലേട്ടനൊക്കെ ഒപ്പം നടക്കുകയും അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ നമ്മളോട് വിശദമായി പറയുകയും ചെയ്തത് അജയാണ്. ഒപ്പം തന്നെ ജാബിർ ഷാ ഉണ്ട്. ജാബിറിൻ്റെയും പ്രിയപ്പെട്ടവരൊക്കെ ഈ ദുരന്തത്തിൽ നഷ്ടമായതാണ്. അജയ്, സുഖമായിരിക്കുന്നുവെന്ന്, നിങ്ങൾ രണ്ടുപേരും സുഖമായിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നു. അജയനെ വിളിച്ചപ്പോഴും പലർക്കും സാധനങ്ങളൊക്കെ എത്തിക്കാനുള്ള ഒരു യാത്രയിലാണെന്നറിയാം. എങ്ങനെ പോകുന്നു അജയ് ഈ 1 മാസം കഴിയുമ്പോൾ? എന്താ പറയാ, ആദ്യത്തേനും കാട്ടിയും കൂടുതൽ ശക്തമായി ഇടപെടേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിലവിലുള്ളത്. അതായത് ആദ്യകാലങ്ങളില് കുറച്ചു ദിവസത്തേക്കൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തീരെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു നിമിഷത്തിൽ പോലും അതിന്റെ ഒരു ഭാഗമായിട്ട് 2-3 ദിവസമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമ പോരാട്ടം പോലെയായിരുന്നു. പക്ഷെ ഇന്ന് അവർക്ക് വേണ്ടുന്ന കുറച്ച് ഭക്ഷണ സാധനങ്ങൾ വണ്ടിയിൽ കയറ്റിയിട്ട് പോകാനുള്ള തിരക്കിലാണ്. മേപ്പാടി കമ്മ്യൂണിറ്റി
പോളിടെക്നിക്കിന്റെ ഹാളിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് പിന്നെ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് അവിടെയുള്ള അംബേദ്കർ കോളനി എന്ന് പറഞ്ഞ നമ്മളെ വീടിന്റെ മുകളിലായിട്ടുള്ള ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് ഇപ്പോ ഇന്നത്തെ യാത്ര. അല്ല അജയ്, പലർക്കും ഒരുപാട് പേരൊക്കെ താൽക്കാലികമായിട്ടെങ്കിലും ഇടങ്ങളിലേക്കൊക്കെ മാറി, ക്വാർട്ടേഴ്സുകളിലേക്ക്, അല്ലാതെ സ്വന്തം നിലയ്ക്ക് വാടകയ്ക്കെടുത്തതിലേക്കൊക്കെ മാറിയല്ലേ. പക്ഷേ അവർക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം നഷ്ടപ്പെട്ടവരാണല്ലോ. അപ്പോൾ വീണ്ടും ഒന്ന് ജീവിതം കരുപ്പിടിപ്പിക്കുക വലിയൊരു ശ്രമകരമായ കാര്യമാണ്. അതിനുള്ളൊരു സഹായം വേണ്ട വിധത്തിലൊക്കെ കിട്ടുന്നുണ്ടോ? നമ്മളെല്ലാം നൽകുന്നുണ്ടെന്ന് പറയുമ്പോഴും ചിലപ്പോൾ ഈ സങ്കടങ്ങൾ കാണാതെയും പോകും. അതെ, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഉരുൾപൊട്ടിയത് പുഞ്ചിരിമട്ടത്താണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് താഴെ, അതായത് ചൂരൽമല, അതേപോലെ ഏലവയല്, ആ പ്രദേശങ്ങള് എല്ലാം തന്നെ അവർക്കൊന്നും ജോലിയൊന്നും ഇല്ലാതെ എല്ലാവരും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ആർക്കും ഇത് പുറത്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ എല്ലാവരും ഉള്ളത്. അപ്പോ കാണുന്നവരും മെല്ലെ പറയുന്ന സംഗതികളൊക്കെ നമ്മൾ അറിയുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിൽ പോലും അയ്യോ ഞങ്ങൾക്കൊരു കിറ്റ് വാങ്ങണോ വേണ്ടയോ എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവർക്കെല്ലാം നമ്മൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട്, ഒരാഴ്ചയായിട്ട് അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള സഞ്ചാരത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ശരി അജയ്, ഒന്ന് തുടരുക. ജാബിർ, എല്ലാവരും ശ്രമിച്ച് ഇനി പരമാവധി പെട്ടെന്ന് വേഗത്തിൽ മനുഷ്യരെ സാധാരണ നിലയിലേക്ക് തിരിച്ചുവിടേണ്ട ശ്രമങ്ങളുണ്ട്, സർക്കാർ നടത്തുന്നു. പിന്നെ നമുക്കറിയാലോ, ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിന് ശേഷം ഉണ്ടാകുമ്പോൾ ഉള്ള പുനരധിവാസ കാര്യങ്ങളിൽ ചില പാകപ്പിഴകളൊക്കെ സംഭവിക്കും. ചിലത് നമ്മൾ അതും കൂടി ഉൾക്കൊണ്ട് അത് തിരുത്താമെന്ന ഉൾക്കൊള്ളലോടുകൂടി മുന്നോട്ട് പോവുകയും നിർവാഹമുള്ളൂ എന്ന് തോന്നുന്നു. എങ്ങനെയാണ് നിങ്ങൾ ജാബിൻ്റെയും പ്രിയപ്പെട്ടവരെയൊക്കെ നഷ്ടപ്പെട്ടതാണ്, അവശേഷിക്കുന്ന ആളുകളൊക്കെ ഒരു മാനസികമായി അവർ ഒരു സാധാരണ നിലയിലേക്കൊക്കെ ജാബിനെ അറിയുന്നവരുമൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടോ? ഒരു പ്രതീക്ഷ അവരുടെ കണ്ണുകളിലും മനസ്സിലൊക്കെ ഉണ്ടോ ജാബിർ? നമ്മുടെ കുടുംബത്തിൽ നിന്ന് 6 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിനപ്പുറം എന്ന് പറഞ്ഞാല് ഒരു നാട് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ തൊട്ടടുത്തുള്ള നാട്ടില് എല്ലാവരും പ്രിയപ്പെട്ടവരാണ്. അവരൊക്കെ നഷ്ടപ്പെട്ട ആ ഒരു വേദന ഇപ്പൊ ഉള്ളിലുണ്ട്. എന്നാലും 1 മാസത്തോളമായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഓടി നടക്കുകയാണ്. ഞാൻ, ആ ചേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവിടെ, ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും നമ്മള് ഈ ന്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ ഞാൻ വീട്ടിലെത്തിയിട്ട് ഒരു കുടുംബത്തിലേക്ക് പോയി വന്നത്. എന്റെ സുഹൃത്ത് ശ്രീലേഷിന്റെ, അവന്റെ അച്ഛനും മരണപ്പെട്ടു. അവന്റെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഇപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാല്, നമുക്ക് അടിയന്തരമായിട്ട് ഒരു 10,000 രൂപന്റെ സർക്കാർ പ്രഖ്യാപിച്ചത് ഇനിയും കുറച്ച് കുടുംബങ്ങളിലേക്ക് ഇനിയും അത് എത്താനുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ മാറ്റി വളരെ പെട്ടെന്ന് തന്നെ അത് ആ കുടുംബത്തിലേക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കുക. കാരണം പെട്ടെന്നൊരു ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷമാണുള്ളത്. അപ്പൊ അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ അത് എത്രയും പെട്ടെന്ന് അത് ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ ഭക്ഷണ കിറ്റുകൾ ഇനിയും ഇവിടെ കുറെ കുടുംബങ്ങൾക്ക് ആവശ്യമുണ്ട്, കുറെ സഹായങ്ങൾ ആവശ്യമുണ്ട്. 1 മാസം മുന്നേ, അത് 2 ആഴ്ച മുന്നൊക്കെ കൊടുത്ത കിറ്റുകളൊക്കെ ഏകദേശം ഒക്കെ തീർന്നു തുടങ്ങി. അപ്പോൾ സർക്കാർ സംവിധാനത്തിലും അല്ലെങ്കിൽ സംഘടനകളൊക്കെ ആയിട്ടും വളരെ ജെന്യൂനായിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കി അവർക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അതുപോലെ തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് നല്ല നല്ല ചെറുപ്പക്കാരുണ്ട്. കാരണം അവർക്കിപ്പോ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല. 900 കണ്ടി ആശ്രയിച്ചിട്ടായിരുന്നു അവിടുത്തെ ജീപ്പ് ഡ്രൈവേഴ്സും അതുപോലെ ഏലവയല്, നീലിക്കാപ്പ്, ചുരുമല പരിസര പ്രദേശത്തുള്ള ഒരുപാട് നല്ല നല്ല ചെറുപ്പക്കാരും കുടുംബക്കാരും ആ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും അവരും പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവർക്കും സഹായങ്ങൾ എത്തേണ്ടതായിട്ടുണ്ട്. ഈ ഒരു ഫ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവരുടെ കാര്യത്തിലും ഒരു നല്ലൊരു തീരുമാനം കൈക്കൊള്ളണമെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ജാബിറെ, ഇപ്പോൾ അന്ന് മന്ത്രി കെ രാജൻ അടക്കമുള്ളവരൊക്കെ പറഞ്ഞ് ഈ 10,000 രൂപയൊക്കെ വേഗത്തിൽ എത്തിക്കും, അതിനങ്ങനെ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല, അതിന് ഉദ്യോഗസ്ഥരുടെയൊക്കെ വലിയ ഒരു സംഘങ്ങൾ തന്നെ അവിടെയൊക്കെ കേന്ദ്രീകരിച്ചിരുന്നു. പിന്നെ എന്താണ് അങ്ങനെ ഒരു വൈകൽ വന്നത്? ഇപ്പോൾ നിങ്ങൾക്കൊപ്പം, നിങ്ങളിപ്പോൾ ഈ അജയും പറഞ്ഞു ഈ സാധനങ്ങളൊക്കെ എത്തിക്കുന്നത്, ഇത് ആരുടെയും കൂടി ഉത്തരവാദിത്തത്തിലാണ്? നിങ്ങൾ കുറച്ച് നല്ല മനസ്സുകൾ ചേർന്നാണോ അതോ സർക്കാരിൻ്റെ ഒരു സഹായത്താലാണോ ഈ കിറ്റുകളൊക്കെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ ആളുകളിലേക്കൊക്കെ എത്തിക്കാൻ കഴിയുന്നത്? നമ്മള് ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കുറെ ബന്ധങ്ങളുണ്ട്. നമ്മൾ ചോദിച്ചാൽ തരുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. അവർ മുഖേന കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നുണ്ട്. അപ്പോ അതൊക്കെ ഓൾമോസ്റ്റ് ഏകദേശം തീർന്നു തുടങ്ങി. പക്ഷെ അതിൽ ഏറ്റവും വലിയ സങ്കടകരമായ ഒരു കാര്യം ഞാനിപ്പോ അറിയിക്കുകയാണ്. ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു കുറച്ചു മുന്നേ. ഈ ഫ്ലഡ് നടന്ന് ഒരു 1 വീക്കിന്റെ അപ്പുറം കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ പ്രചരിച്ചിരുന്നു. 5 വർഷത്തേക്ക് വയനാട് ജില്ലയിലേക്ക് ഒരു സഹായം ആവശ്യമില്ല, ഒരുപാട് സാധനങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പ്രചരിച്ചതിന് ശേഷമാണ് ഇവിടേക്കുള്ള സഹായങ്ങൾ നിലച്ചത്. സത്യം പറഞ്ഞാൽ അതിൽ ആ സാധനങ്ങളുടെ ഭൂരിഭാഗം വന്നിട്ടുള്ളത് ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലേറ്റ്, ബിസ്ക്കറ്റ്സ്, ഇങ്ങനത്തെ ഇതൊക്കെ 5 വർഷത്തേക്ക് വേണ്ടാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട്
പോസിറ്റീവിനെക്കാളും കൂടുതൽ നെഗറ്റീവാണ് സ്പ്രെഡ് ചെയ്യൽ പൊതുവെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ ഒരു സഹായം ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് സഹായം, നിങ്ങൾക്ക് ഇനി എന്ത് സഹായം വേണം? 5 വർഷത്തേക്ക് നിങ്ങൾ അവിടെ സേഫ് അല്ലേ? നിങ്ങൾക്ക് കഴിക്കാനുള്ളതും ഒക്കെ അവിടെ എന്ത് 5 വർഷം? ഈ സാധനം ഇത്രയും 900 കുടുംബങ്ങളോളം ഉണ്ടായിരുന്നു അവിടെ ക്യാമ്പിൽ. അവർക്കൊക്കെ ഈ ഡിവൈഡ് ചെയ്താൽ എത്ര ദിവസം? അതും എല്ലാവരും ഇപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസും വെറും വാട്ടർ ബോട്ടിലാണോ യൂസ് ചെയ്യണത്? ശരിക്കും പറഞ്ഞ ഇവിടുത്തെ സിറ്റുവേഷൻ, ഇവിടെ നിന്ന് പഠിച്ച ആളായതുകൊണ്ട് പറയാണ്, ഇവിടെ ഇനി ഒരുപാട് ആവശ്യങ്ങളുണ്ട്. സർക്കാർ സംവിധാനമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഫാസ്റ്റ് ആണ്. റവന്യൂ വകുപ്പിന്റെ ഒന്നും ഒരു സംഘങ്ങളില്ലേ ഈ കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാനോ? എല്ലാവരും ഉണ്ട്. പക്ഷെ സംഗതി എന്ന് വെച്ചാല് പല ആളുകളും ഇവിടെ വീടുകൾ ശരിയായിട്ടുള്ളത് മേപ്പാടി പഞ്ചായത്തിൽ മാത്രമല്ല, മാനന്തവാടി, വൈത്തിരി, ബത്തേരി, മീനങ്ങാടി ഇങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലാണ് ഇവർ കിടക്കുന്നത്. അതും 2, 3, 4 പേർ മരിച്ച കുടുംബങ്ങൾ, ആണുങ്ങളില്ലാത്ത കുടുംബങ്ങൾ. ഇവർക്കൊന്നും കാര്യഗൗരവം ഇത് എന്ത് ചെയ്യണം, ആരെ പോയി കാണണം, എന്ത് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുക. നമ്മളൊക്കെ അന്വേഷിച്ച് തേടി പിടിച്ചിട്ടാണ് ഓരോ സഹായങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അവരുടെ അടുത്ത് എത്തുമ്പോഴാണ് അറിയുന്നത് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ വേണമെന്നുള്ളത്. ഇന്ന് ഞാൻ പോയത് ആ കുടുംബത്തിന് അവർ ആവശ്യം പറഞ്ഞിട്ട് ഞാൻ അവിടേക്ക് പോയതാണ്. അപ്പോ അവരെ കണ്ടെത്തി അവർക്ക് എന്താണോ ആവശ്യം അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാവണം. നമ്മളെ തേടി വരാതെ നമ്മൾ അങ്ങോട്ട് തേടി പോകണം. കാരണം അവരിത് പ്രളയം ബാധിച്ച ആളുകളാണ്. എല്ലാവരും ഒന്നും മൈൻഡ് ക്ലിയർ ആയിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടവന് ഒന്നും വേണ്ട, പക്ഷെ താൽക്കാലികമായിട്ട് പോയവനക്ക് എല്ലാം വേണം. കയ്യോ കൊള്ളുവൻ കാര്യക്കാരെന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഇവിടെ. അത് ജാബിർ പറഞ്ഞ നമ്മളെ തേടി വരാൻ അവർക്കൊരു അവസരം ഉണ്ടാക്കരുത്, നമ്മൾ തേടി ചെന്ന സഹായങ്ങൾ എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ജാബിർ. അജയ്, ഇപ്പോൾ ജാബിർ പറഞ്ഞ അത് തന്നെയാണ് ഒരു വലിയ സങ്കടമാണ്. കാരണം ഈ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ക്യാമ്പിൽ നിൽക്കുമ്പോൾ ഒക്കെ സാധനങ്ങളൊക്കെ ഇതേപോലെ പെട്ടെന്ന് വരികയും ആളുകൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ആളുകളൊക്കെ താമസം മാറി കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് പല ഇടങ്ങളിലാണ്. അപ്പോൾ അത് അവിടേക്കൊക്കെ എത്തിക്കുക എന്നത് ഇത് കൃത്യമായിട്ട് ഒരു സെൽ രൂപീകരിച്ച് അത് മോണിറ്റർ ചെയ്ത് പോകേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രവർത്തനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നുണ്ടോ? പഞ്ചായത്തൊക്കെ അത് ശ്രദ്ധിക്കാതെ ഉണ്ടോ? നിങ്ങളിങ്ങനെ കുറേ ആളുകൾ എത്ര നാളിങ്ങനെ ഈ ഒരു സേവനമായിട്ട് നടക്കാൻ പറ്റും നമുക്ക്? നമ്മളെ വിങ്ങില് കുറെ ആളുകളുണ്ട്. അവരെല്ലാം അതായത് ദുരന്ത ഭൂമിയിൽ നിങ്ങൾക്കൊക്കെ അറിയാലോ, ആ സമയം മുതൽ ഈ നിമിഷം വരെ എന്താ പറയാ, ഭക്ഷണം കഴിക്കുന്നുണ്ടോ കഴിക്കുന്നില്ലേ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാറില്ല. അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവരെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ജാബിർ ഷേഖ് എത്ര സമയം, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് പോലും നമുക്ക് ഭക്ഷണം ഇല്ലാത്ത ഒരു സമയം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലും നമുക്ക് ആ സമയത്ത് 1 മണിക്കൂർ കൊണ്ട് മേപ്പാടിയിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം പോലും ജാബിർ ഷേഖിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് നമുക്ക് കഴിയുന്ന, അതായത് നമ്മളാൽ കഴിയുന്ന എത്രത്തോളം സമയം ചെയ്യാൻ പറ്റുമോ അത് ചെയ്തിരിക്കും. അവരൊരു അടിയന്തരമായിട്ട് അവർക്കൊരു പുതിയൊരു വീട് കാര്യങ്ങളൊക്കെ വരുന്നത് വരെ ഞങ്ങളുടെ എല്ലാവരുടെയും ഇടപെടൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജാബിർ, ഇനി നിങ്ങളുടെ ഒരു കണക്ക് പ്രകാരം കൃത്യമായിട്ട് എത്ര പേർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു താമസയിടം ഒരുക്കാൻ ബാക്കിയുണ്ട്? ഒപ്പം തന്നെ ഒരു പെട്ടെന്നൊരു അറ്റൻഷൻ വേണ്ട ആളുകളുണ്ട്. ഇപ്പോൾ ജാബിർ തന്നെ പറഞ്ഞ പോലെ 1 2 പേർ മാത്രമൊക്കെ അവശേഷിക്കുന്ന ആളുകൾ, അവരിങ്ങനെ ഒറ്റപ്പെട്ട് എവിടെയെങ്കിലും പോയി താമസിച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവരെ എങ്കിലും അടുത്തടുത്ത് നിങ്ങൾ അയൽക്കാരെങ്കിലും അവരുടെ ഒരു സാമീപ്യം കിട്ടുന്ന പോലെ അങ്ങനെയൊക്കെയാണോ താമസിക്കുന്നത്? നിലവിൽ ഏകദേശം എല്ലാവരും വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്, ഈ വാടക വീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോ പിന്നെ കുറെ ഷെൽട്ടർ, 5 6 റൂമുള്ള ഷെൽട്ടറുകളായിട്ട് കുറെ പേരുണ്ട്. പിന്നെ കുടുംബങ്ങളെ അവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഡിലേ ആക്കാതെ വളരെ പെട്ടെന്ന് തന്നെ അവർക്കുള്ള ഒരു ടൗൺഷിപ്പ് പോലത്തെ ഒരു സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് അതായത് പറയാനുള്ളത് ഈ ഫ്ലഡ് റിലേറ്റഡ് ആയിട്ട് ഈ എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് പ്രഖ്യാപിച്ച കാര്യങ്ങൾ അത് ഡിലേ ആക്കാതെ വളരെ പെട്ടെന്ന് തന്നെ അവരെ സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് അങ്ങ് ലോങ് പോവാത്ത രീതിയിൽ അവർക്ക് ആനുകൂല്യങ്ങൾ എന്താണോ പ്രഖ്യാപിച്ചിട്ടുള്ളത് അത് ഒരു തടസ്സം വരാതെ, താമസം വരാതെ ഇതുപോലെ തന്നെ കാരണം ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇതിനെ കുറിച്ച് ഒരു മൈൻഡ് ഉണ്ടാവില്ല. മനുഷ്യനാണ്. ശരിയാണ്, ജാബിർ പറഞ്ഞ കറക്റ്റാ. കാരണം ആദ്യത്തെ ഒരു ആവേശത്തിൽ വലിയ തിരക്കും ബഹളവും ഒക്കെ ഉണ്ടാവും. പിന്നെ അത് സ്വാഭാവികമാണ്, കുറെ കുറഞ്ഞു വരും. പക്ഷെ ആ സ്വാഭാവികത കൊടുക്കാൻ പറ്റില്ലോ, കുറെ പേരുടെ ജീവിതം. അത് ഈ ഫ്ലഡ് ഇപ്പോൾ നടന്നിട്ട് 1 മാസമായി. ഇപ്പം നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കുറച്ച് കിറ്റ് വേണം എന്നുള്ളത് ഞങ്ങൾ ഇവിടെ പ്രാദേശിക ഗ്രൂപ്പ്, ഒരു റോഡ് ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത സമയത്ത് അജയേട്ടനക്ക് അറിയാം, അജയേട്ടനാണ് ആശയം കൊണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ വേറൊരു ടീമിനോട് പറയുമ്പോൾ എന്തിനാണ് ഇപ്പൊ അവിടെ ആവശ്യം, ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കണില്ലേ എന്ന്. അപ്പോൾ ഇവിടുത്തെ പ്രാദേശിക തലങ്ങളിലുള്ള ഞങ്ങൾക്കറിയാം ഇവിടെ എന്താ ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ വീണ്ടും ഓരോ സംഘടനയെ ഓരോരോ കാര്യങ്ങളിലേക്ക് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് 400 കിറ്റ് 500 കിറ്റ് വേണമെന്ന് ഞാൻ പറയുകയാണ്. നിങ്ങളിങ്ങനെ പ്രവർത്തിക്കുന്നു, നിങ്ങൾ സന്നദ്ധ സംഘടനകളും ഒക്കെ ആയിട്ട് ഇടപെട്ട് ഇത് ഒരുക്കുന്നു. പക്ഷെ സർക്കാർ സംവിധാനം അവിടെ ഇല്ലേ? അവരെന്താണ് ചെയ്യുന്നത്? അവര്
ഇതൊരു ശ്രദ്ധ അവരുടെ എപ്പോഴും വേണ്ടതല്ലേ? നമ്മുടെ റവന്യൂ വകുപ്പിന്റെ ഒക്കെ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ ആളുകളുടെ മാനസികാരോഗ്യം അല്ലെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം ഇതൊക്കെ കുഴപ്പമില്ല എന്നെങ്കിലും ഉറപ്പുവരുത്തണ്ടേ? അവരാരും ഇല്ലേ അവിടെ? അതെ, ഇത് പിന്നെ ആളുകളുണ്ട്. പക്ഷെ സംഗതി എന്താന്ന് വെച്ചാല് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഇപ്പൊ പിന്നെ സാറിന് ഒരു പെട്ടെന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടല്ല മരുന്ന് കൊടുക്കണ്ടേ, സ്പോട്ടിൽ മെഡിസിൻ കൊടുത്തിരിക്കണം. ഇപ്പൊ പെട്ടെന്ന് ഒരു ഫുഡ് കിറ്റ് ആവശ്യം ഉണ്ടെങ്കിൽ അത് 2-3 ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ആവട്ടെ എന്ന് പറയരുത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് സിസ്റ്റം ഒക്കെ ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ്, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരിക്കലും നമ്മൾ എതിര് പറയുന്നതല്ല. പക്ഷേ കുറച്ചുകൂടെ ആക്റ്റീവ് ആയിട്ട് എന്താണ് ആവശ്യം അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ആക്കാൻ ശ്രമിക്കാം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു ഇമീഡിയറ്റ് ആയിട്ട് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യും. പക്ഷെ ഒരു കുടുംബത്തില് അവർ ഒരു വട്ടം ഫോം വിളിച്ചിട്ട് നമ്മൾ കറക്റ്റ് അവരോട് കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് വേറെ തലങ്ങളിൽ കുറച്ച് ഡിലേ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാം നഷ്ടപ്പെട്ടവരാണ് ഇവര്. പിന്നെയും അവര് വീണ്ടും വിളിക്കുമ്പോൾ അവർക്ക് മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടാവും. അതുപോലെ ഇനിയും ഫർണിച്ചറുകൾ കട്ടിൽ കിട്ടാത്തവരുണ്ട്. ഇനിയും കിട്ടിയിട്ടുണ്ട്, ഒരുപാട് കൊടുത്തിട്ടുണ്ട്. സന്നദ്ധ സംഘടനകൾ, ഗവൺമെന്റിനുണ്ടല്ലോ, ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയും കിട്ടാനുണ്ട്. നിലത്ത് കിടക്കുന്ന ഒരു സ്ഥിതി വിശേഷം ഒരു 3-4 ദിവസം മുന്നേ ഒരു കുടുംബം എന്ന് പറഞ്ഞ് അത് 2 കുടുംബങ്ങളെ നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് കുടുംബങ്ങളിലേക്ക് ഫർണിച്ചർ അതുപോലെ മറ്റു കാര്യങ്ങളിലേക്ക് എത്താനുണ്ട്. അപ്പൊ അതൊന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് റിക്വസ്റ്റ് ചെയ്തത്. ഒരിക്കലും നമ്മൾ സർക്കാരിനെതിരല്ല. പറയുന്നത് കൃത്യമാണ്. നിങ്ങൾ അവിടെ അനുഭവിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട വേദനകൾ കാണുന്നതാണ്. അതുകൊണ്ട് നമ്മളിപ്പോഴും ആദ്യഘട്ടത്തിൽ ഒരു വലിയ എല്ലാവരും ചേർന്ന് നിൽക്കുന്നു, കൂട്ടായ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പോകും. പിന്നെ പോകെ അത് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും മനുഷ്യൻ്റെ ഒരു പ്രകൃതവും അങ്ങനെയാണല്ലോ. പിന്നെ നമുക്ക് അതിലൊരു ചൂട് കുറഞ്ഞു വരും. പക്ഷെ ആ ചൂട് കുറഞ്ഞു പോകാൻ പാടില്ല. കുറച്ച് നാളും കൂടി അവരെ ഉറപ്പോടെ അവർ താമസം ഉറപ്പാകുന്നത് വരെ നമ്മൾ ആ ഒരു ജാഗ്രത പാലിക്കണം എന്നാണ് ജാബർ. ഞാൻ ജാബറിലേക്ക് വരാം. അജയ്, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ കമലേട്ടനോടെന്ന് റിപ്പോർട്ട് ചെയ്തത് വയനാടിൻ്റെ, അജയ്ക്ക് മൊത്തം വയനാടിനെ കുറിച്ച് അറിയാവുന്ന ആളാണല്ലോ. കാരണം ആളുകൾ ഒരു തരത്തിലും വയനാട്ടിലേക്ക് തന്നെ വരാത്തൊരവസ്ഥയുണ്ട്. അവിടുത്തെ ടൂറിസത്തെ വല്ലാത്ത രീതിയിൽ ബാധിച്ചിരിക്കുന്നു. ബുക്കിങ്ങുകളൊക്കെ പൂർണ്ണമായിട്ട് തടസ്സപ്പെടുന്നു. ചെറിയ സംരംഭങ്ങളുമൊക്കെ ആയിട്ട് ജീവിച്ച സബിത എന്നൊക്കെ അവരെ പോലുള്ള ആളുകളൊക്കെ പ്രതിസന്ധിയിലാണ്. അപ്പോൾ അജയ്, എങ്ങനെയാണ് വയനാടിനെ മൊത്തത്തിൽ തിരിച്ചു കൊണ്ടുവരണം? നമ്മളാ ഒരു ഇനി സങ്കടക്കഥകളൊക്കെ മാറ്റിവെച്ച് ഇപ്പോൾ കേരളം പോലും നിങ്ങൾ രണ്ടുപേരും കേട്ടാണല്ലോ നമ്മളാ ഒരു ദുഃഖത്തിൻ്റെ ഭാഗമായി ഓണാഘോഷത്തിൻ്റെ പൊലിമ കുറയ്ക്കുന്നു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം, നമ്മളെല്ലാ ആഘോഷങ്ങളും നന്നായി ആഘോഷിക്കുകയും ഈ ദുരന്തത്തിൽ പെട്ടവരെ കൂടി ആഘോഷങ്ങളുടെ ഭാഗമാക്കി അവരെ നോർമലൈസ് ചെയ്യാൻ നമ്മളൊരു ശ്രമം നടത്തുക എന്നാണ് വേണ്ടത്. അപ്പോൾ അവിടുത്തെ വയനാട്ടിലെ ചെറു സംരംഭകരെ കൂടി നമ്മൾ ഓർക്കണ്ടേ? അതിനുവേണ്ടിയുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നിങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്, സംരംഭകരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടോ അജയ്? നമ്മളിപ്പോ സംഭവിച്ചതെല്ലാം നമുക്ക് കഴിഞ്ഞു. അതായത് ഇനി നമ്മൾ പുതിയൊരു ഇതിലേക്ക് തിരിച്ചു വരണം. അതായത് നമ്മൾ പഴയത് തന്നെ ഓർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് യൂത്ത് ലീഗിന്റെ ആളുകൾ, ഇപ്പൊ ഞാനിന്നിപ്പോ കുറച്ചു നേരത്തെ വിളിക്കുമ്പോൾ അവർ കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. എന്താന്ന് പറഞ്ഞാൽ കുട്ടികളെ, അതായത് പഴയതിലേക്ക് മാനസിക ഉല്ലാസത്തിന് വേണ്ടി അവരെ ടൂർ കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഈ പഴയതെല്ലാം ഓർത്ത് അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം അതായത് മാറ്റങ്ങൾ നമ്മൾ പുതിയതിലേക്ക് ഇനി തിരിച്ചു വരേണ്ടതുണ്ട്. അതേപോലെ തന്നെ ടൂറിസവും എല്ലാം, അതായത് ടൂറിസം എത്രയോ ആളുകൾ നമുക്ക് ചുരൽമല കാണാം ഉണ്ട്. ഇതെല്ലാം പഴയത് ജീവിത നിലവാരം, അതായത് അവിടെ ഒരുപാട് ജീപ്പ് ഓടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അവർക്കെല്ലാം തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം, അതായത് അവർക്കെല്ലാം തിരിച്ച് പഴയതുപോലെ വരാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. ശരിയാണ്. എന്തായാലും ജാബറും അജയും കൃത്യമായി എനിക്ക് പ്രേക്ഷകർക്കും ബോധ്യമായി കാണും. നമ്മൾ ആദ്യത്തെ ഒരു വലിയ ചിട്ടയായ പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനം, അതിജീവനത്തിൻ്റെ ശ്രമങ്ങൾ അതൊക്കെ കണ്ടു സർക്കാർ. ഇപ്പോൾ അവർ ഒരു തരത്തിലൊരു സംവിധാനത്തെ കുറ്റപ്പെടുത്തുകയില്ല. പക്ഷേ ഇപ്പോൾ ജാബറ പറഞ്ഞ കാര്യമാണ്, അവർ നമ്മളെ തേടി വരുന്ന സാഹചര്യമല്ല, നമ്മൾ അവരെ തേടി ചെന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നാണ്. ഇപ്പോൾ 1-2 മാത്രം പേർ അവശേഷിക്കുന്ന, അല്ലെങ്കിൽ പ്രായമേറിയ അമ്മമാരൊക്കെ മാത്രം അവശേഷിക്കുന്നവരാണെങ്കിൽ അവർ 1-2 തവണ വിളിക്കും, ഞങ്ങൾക്ക് ഇതില്ല എന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷേ ഒരു റെസ്പോൺസും വന്നില്ലെങ്കിൽ അവർ ഇതൊക്കെ നമ്മുടെ വിധി എന്ന് ഓർത്ത് സമാധാനിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകരുത്. അപ്പോൾ ജാബിർ ഷാ, അജയ്, വളരെ നന്ദി. നിങ്ങൾ ഈ ഒരു സാധനങ്ങളൊക്കെ എത്തിക്കുന്നതിൻ്റെ തിരക്കിലാണെന്ന് കൂടി അറിയാം. നിങ്ങളുടെ പ്രവർത്തനം സജീവമായി തുടരുക. ഈ തിരുത്തൽ വരുത്തേണ്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ പറയുകയും ചെയ്യുക. വളരെ നന്ദി രണ്ടുപേരും ഈ സമയത്ത് നമ്മളോട് സഹകരിച്ചതിന്.